എനിക്ക് സ്ക്രിപ്റ്റ് നല്ല ഇഷ്ടമായി, ഐ റിയലി ലൈക്ക് ഇറ്റ്. പക്ഷെ എനിക്ക് തോന്നി എനിക്ക് ഇത് എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങില്ല എന്ന്. ആണോ? അങ്ങനെ തോന്നി എനിക്ക്. പാർവതിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നല്ല പേടിയുള്ള ആളാണത്. എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ ഐ ഓൾവേസ് കം ബാക്ക് ആൻഡ് എവരിവൺ ഈസ് ലൈക്ക് പാർവതി ഈസ് കം ബാക്ക്. ഞാൻ എവിടെയും പോയില്ല, ഞാൻ എവിടെയില്ല, ഞാൻ ഇവിടെ ഒരുപാട് പേര് എനിക്ക് എന്നോട് ഈ ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കാമുകി സംഭവിച്ചതിന് ശേഷവും നാഷണൽ കിട്ടിയപ്പോഴും ചോദിച്ചു. കന്യകായാലും സ്ത്രീകളായിരുന്നു, കാമുകിലും സ്ത്രീകളായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള മ്യൂസിക് വീഡിയോസ് ഒക്കെ വുമണിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ചേച്ചി വേറെ രീതിയിൽ വല്ലതും മൂവ് ചെയ്തൊന്ന് ശ്രമിച്ചു നോക്കുമ്പോൾ there is a new story from that angle, and that comes from years of experience. അതൊന്ന്. Second thing is you have to be അത്രയ്ക്കും ഈ ക്രാഫ്റ്റിനോട് സമർപ്പണ ഭാവം ഉണ്ടാവും. പാർവതിക്കും ഒരുപാട് ചേച്ചിയുടെ കൂടെ ആ ഒരു അത്രയും സമയം ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവണം. സുഷിന് ഒരു സാധനം വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. എനിക്ക് മാത്രമല്ല, ഈവൻ ഫോർ എന്താണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സെൻട്രൽ പിക്ചേഴ്സിനും അല്ല എല്ലാവർക്കും സുഷിൻ എന്താണ് സുഷിന് വർക്ക് ചെയ്താൽ സുഷിൻ ഉണ്ടോന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും കൂടുതൽ ഒരു ഇതല്ലേ, കംഫർട്ട് സോൺ ആണ് കുറച്ചും കൂടെ. ക്യാൻസൽ പോകുന്നതിന് ഒരു കാര്യം, കോമ്പറ്റീഷൻ ഈസ് ലൈക്ക് അനദർ ലെവൽ ആയിട്ട്. സോ ദാറ്റ് ഇസ് ഇൻ ഇറ്റ്സെൽഫ് ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. പിന്നെ അവിടെ ഗ്രാൻഡ് പ്രിക്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഐ മീൻ ഐ ഡോണ്ട് നോ വാട്ട് ഹാവ് ടു സേ, ലൈക്ക് there is no words for it. I think ഒരിക്കലും ആ ഒരു കൺട്രോളിങ് മെന്റാലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഏത് ഡിറക്ഷനിലേക്ക് പോകണമെങ്കിലും അവൾക്ക് അതല്ലേ ഇഷ്ടം, നമുക്ക് അത് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. സോ അത് സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു സപ്പോർട്ടായിരുന്നു, അല്ലാതെ കൺട്രോളിങ് സപ്പോർട്ടോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഫംഗ്ഷനും ആയിക്കോട്ടെ, നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമാക്കാൻ ഓയിസ്റ്റർ ഇവന്റ്സ്. ഹലോ, ഹായ്, നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓയിസ്റ്റർ ഇവന്റ്സ് പ്രസൻസ് ബി വിത്ത് രമ്യയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പുതിയ ചിത്രം ഉള്ളൊഴുക്കിന്റെ എല്ലാ വിശേഷങ്ങളുമായിട്ട് പാർവതിയും അതിന്റെ ഡയറക്ടർ ക്രിസ്റ്റോ ടോമിയുമാണ്. ഹായ്, നമസ്കാരം. നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. പാർവതി കുറച്ചു നാൾക്ക് ശേഷമായിട്ട് ഇങ്ങനെ കാണുകയായിരുന്നു, ഇപ്പൊ ഭയങ്കര സ്റ്റൈലായിട്ട് നല്ല ഇതില് വന്നിട്ടുണ്ട്. ഹായ് ക്രിസ്റ്റോ. ക്രിസ്റ്റോന്റെ ഫസ്റ്റ് ടൈം ആണ് ഞങ്ങൾ കാണുന്നതും ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയാൻ പോകുന്നതും. ഇനി നമുക്ക് ഉള്ളൊഴുക്കിലേക്ക് തന്നെ വരാം. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാലന്റഡ് ആണ്. ഒരുപാട് അവാർഡ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഒരുപാട് നിങ്ങൾ ഓൾറെഡി ഇതിനെല്ലാം നേടിയെടുത്തിരിക്കുന്ന ആൾക്കാരാണ്. എന്നാലും പാർവതി ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ മലയാളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർവതി എവിടെയായിരുന്നു, എന്ത് പറ്റി, എന്തിനൊക്കെ പോയി, എന്താ ഇത്ര വൈകി വന്നേ? എന്നെ സംബന്ധിച്ചിടത്തോളം പുഴു കഴിഞ്ഞ ഉടനെയാണ് ആക്ച്വലി നമ്മളുടെ വർക്ക് തുടങ്ങിയത്. സ്റ്റാർട്ട് ചെയ്തോ? We had started working early on. It wasn't too far apart. അപ്പം എനിക്കൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്തിട്ടില്ല. റിലീസസ് തമ്മിലുള്ള ഗ്യാപ്പാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. ഇൻഫാക്ട് I think I have done a total of 3 Malayalam films which were still waiting to release. അപ്പം everybody thought that there is a big break. കോൺഷ്യസ്ലി ബ്രേക്ക് എടുത്തതാണെന്ന് വിചാരിച്ചു. കാരണം നമ്മള് നോർമൽ പബ്ലിക് ഈ മൂവി റിലീസ് വരുമ്പോഴല്ലേ നമ്മൾ അറിയുന്നുള്ളൂ. പിന്നെ ഓൾസോ ഐ എം നോട്ട് ബൗണ്ട് ടു സേ എനിത്തിങ്. അല്ല, എനിക്കൊന്നും പറയാനും പറ്റില്ല. കാര്യം ഓൺലി പ്രൊഡക്ഷൻസ് ക്യാൻ ഗിവ് ഔട്ട് ഇൻഫർമേഷൻ അബൌട്ട് ഇറ്റ്. So then I was like, it's okay. പക്ഷെ I always come back and everyone is like, Bharati's come back. I'm like, ഞാൻ എവിടെയും പോയില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. മൂവി വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് വരും എന്നുള്ളത്. സത്യം പറയുമ്പോൾ I also have a really good ഹിന്ദി ഫിലിം I got to do. പിന്നെ തെലുഗു ആദ്യം ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് എനിക്ക് തെലുഗുലൊരു പ്രോജക്ട് പ്രോപ്പർ ആയിട്ട് വന്നത്. അപ്പൊ എനിക്ക് അത് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്, എന്റെ ഡയറക്ടോറിയൽ പ്രോജക്ട്സ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ബേസിക്കലി ബിസി ആയിരുന്നു, പക്ഷെ അതൊരു ലൗഡ് ബിസി അല്ല. പാർവതിയോ ഡയറക്ടോറിയൽ സോ അപ്പൊ ആ വർക്കൊക്കെ നടക്കുന്നുണ്ട് സൈഡില്. പക്ഷെ അഗൈൻ നത്തിങ് ഫോർ അനൗൺസ്മെന്റ്. അപ്പൊ കൂടെ ഇരിക്കുന്ന ആളിപ്പോ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. I learned from him. ആണല്ലേ? ലോട്ട് ഒരുപാട് പഠിക്കാനുള്ള സംഭവങ്ങൾ ഉള്ള ഒരാളാണല്ലോ. നമുക്ക് ഉള്ളൊഴുക്കിലേക്ക് എത്താം. ഏറ്റവും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ന്യൂ റിലീസ് ഉള്ളൊഴുക്ക്. ഇപ്പൊ ഉള്ളൊഴുക്കിലെ പാർവതിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകാം. That's a good question. I don't know where to begin. അഞ്ജു എങ്ങനെയാ എക്സെപ്ഷൻ, അഞ്ജു എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അഞ്ജു ഏറ്റവും എക്സെപ്ഷണൽ ആവുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എത്ര സാധാരണമാവാൻ പറ്റുമോ അത്രയും സാധാരണ ഒരു പെൺകുട്ടിയാണ്. അതിലാണ് ഞാൻ
ഞാൻ കഷ്ടപ്പെട്ടത്. ആണോ? പക്ഷെ പാർവതിയുടെ ഇതിന് മുന്നത്തെ കുറെ ക്യാരക്ടർ നമ്മൾ നോക്കിയാലും നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പക്ഷെ ഇൻവിസിബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ലേ, അതായത് നമ്മളുടെ ചുറ്റുമുള്ളത് തന്നെ. ഇപ്പം when we are going past a road, and correct me if I'm wrong here, ഞാൻ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യണം. ഇസ് നമ്മൾ റോഡിൽ പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും. ചില ആൾക്കാർ നമുക്ക് കുറച്ച് എടുത്ത് നിൽക്കും, അവരുടെ പേഴ്സണാലിറ്റി കുറച്ചും കൂടെ ലൗഡ് ആയിരിക്കും, അവരുടെ എനർജി കുറച്ചും കൂടെ ലൗഡ്. ചിലവർ അവരുള്ളത് ഓ എടാ നീ ഇവിടെ നിൽക്കുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ, നീ കുറെ നേരം ഇവിടെ നിൽക്കുന്നത് നമ്മൾ ചോദിക്കില്ല. അവരുടെ പ്രസൻസ് I've been standing next to you for half an hour. ശ്രദ്ധിക്കാതെ അതായത് അവര് നടക്കുന്നതും അവര് ജീവിക്കുന്നതും ഒന്നും ഒട്ടും ലൗഡ് അല്ല. അഞ്ജു അങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ അങ്ങനെയല്ല, ഞാനൊരു റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും ഐ എം ഹിയർ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ അഞ്ജു ഹാസ് ബീൻ ദേർ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് എനിക്ക് പറയാം, അങ്ങനത്തെ പെൺകുട്ടികളെ എനിക്ക് സ്കൂളിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഞാൻ അഞ്ജു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. പക്ഷെ ഇപ്പൊ ഉയരെ എടുക്കുകയാണെങ്കിലും ടേക്ക് ഓഫ് എടുക്കുകയാണെങ്കിലും കുറച്ച് നല്ല രീതിയിൽ തന്നെ ഉറച്ച നിലപാടുകൾ പറഞ്ഞ് ശീലമുള്ള സ്ത്രീകളെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെയായി ചെയ്തിട്ടുണ്ട്. അതിൽ പോലും അവരുടെ വീക്കർ പോയിന്റിൽ നിന്നാണ് പിന്നെ അവർ സ്ട്രോങ്ങിലേക്ക് പോണേ. അഞ്ജു എന്ന് പറയുന്നത് അഞ്ജുവിന്റെ സ്ട്രെങ്ത് വേറെ രീതിയിലാണ് വരുന്നത്, ഡിസിഷൻസിലും കാര്യങ്ങളിലും. അത് പക്ഷെ വേർബൽ ആവണമെന്നില്ല, എല്ലാവരും വേർബലായിട്ട് സ്ട്രോങ് ആവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അഞ്ജു. എനിക്ക് തോന്നുന്ന ക്ലോസസ്റ്റ് ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് അനു എന്ന് പറഞ്ഞ ക്യാരക്ടർ വൈറസിലാണ്. അതിലും എന്ന് വെച്ചാൽ ആ പേടിയാണ്, പ്രസന്റ് ചെയ്യാനൊക്കെ കുറച്ച് പേടിയും കുറച്ച് നെർവസ്നെസ് ഒക്കെ ഉണ്ട്. എനിക്ക് അതുമായിട്ട് ഒരു പരിചയമില്ല. പക്ഷെ അഞ്ജു ഇസ് മോർ ഓഫ് ലൈക്ക് വളരെ ഉള്ളിലൊരു ഇരുത്തമുള്ള ക്യാരക്ടറാണ്. ഷീ ഈസ് വെരി സ്മാർട്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, എന്താണ് ശരി എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല, ഫുള്ളായിട്ട് അങ്ങ് ചെയ്യാൻ ആ ഒരു പവറിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അത് പല സമ്മർദ്ദങ്ങൾ മൂലം, സൊസൈറ്റിയാണ്, കുടുംബമാവാം, വേറെ പലതും. സോ അത് ഓരോരോ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ അനിയൻ പീൽ ചെയ്ത് എടുക്കണ പോലെ നോക്കുമ്പോഴാണ് ശരിക്കും അഞ്ജു ആരാന്ന് മനസ്സിലാവുക. സോ എനിക്കത് സത്യം പറഞ്ഞാൽ ഈവൻ ഐ തിങ്ക് എൻഡ് ഓഫ് ദ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും അഞ്ജുനെ ഫുള്ളായിട്ട് മനസ്സിലാവണേ. പക്ഷെ അപ്പൊ അഭിനയിച്ച സമയത്തൊക്കെ ഭയങ്കര ഒരു സ്ട്രഗിൾ ചെയ്ത് I had this guy, so it was fine. I had to keep asking him and bothering him. ആണോ ക്രിസ്റ്റോ? അത്രയും ഇതായിരുന്നോ എപ്പോഴും? Am I imagining this? It was difficult. പറയൂ ക്രിസ്റ്റോ, ആണോ? No, I think like from my experience, I think she is one of the most easiest person in terms of for a director to work with, because she comes ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണ് വരിക, എല്ലാം സീൻ മൊത്തം മനസ്സിലാക്കിയിട്ടായിരിക്കും വരിക. ആൻഡ് ഓഫ് കോഴ്സ് there are discussions കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് ദാറ്റ് ഈസ് ഓൾവേസ് ടു മേക്ക് ദ സീൻ ബെറ്റർ. ആൻഡ് അത് പാർവതിയും ഉറുഷ് ചേച്ചിയും, ആൻഡ് ഉറുഷ് ചേച്ചി ഓൾസോ കമ്മിങ് വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. സോ ആ ഡിസ്കഷൻസ് എനിക്കൊന്ന് ഭയങ്കരമായിട്ട് ഫിലിമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഒരു പോയിന്റ് ഭയങ്കര ശരിയാണ്, ബിക്കോസ് ഈ പറഞ്ഞ ഫിലിംസിലൊക്കെ ഐ മീൻ യു സി എ വെരി കുറച്ച് bold ആയിട്ടുള്ള പാർവതി in terms of like take off, or she's always fighting something. ഏതെടുത്താലും yeah. And here I think you see a little bit of different side of her, like she's vulnerable and she's so അത് എനിക്ക് തോന്നുന്നു for me also it was very interesting to see her in that way. And അപ്പൊ ക്രിസ്റ്റോയ്ക്ക് തോന്നിയോ ഈ ക്യാരക്ടറിന് പാർവതിയുടെ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഇത് പോകുമ്പോൾ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ എല്ലാം പ്ലേ അങ്ങനത്തെ ആണല്ലോ കൂടുതലും പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നാൽ പാർവതിക്ക് അത് ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെ പാർവതി അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ക്രിസ്റ്റോയ്ക്ക് തോന്നിയിരുന്നോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് ബിക്കോസ് ഐ മീൻ ഷീ ഈസ് such a great actor. അപ്പം I know first choice always പാർവതി തന്നെയായിരുന്നു. Absolutely. I mean from every perspective I think the first choice was definitely her. And there was no doubt in my mind about that. എനിക്ക് ക്രിസ്റ്റോയെ കുറിച്ച് ചോദിക്കാൻ പറയുമ്പോൾ തന്നെ ആ ഒരു ആളുടെ കംപ്ലീറ്റ് പ്രൊഫൈൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫസ്റ്റ് എന്റെ മനസ്സിൽ വന്നത് വൈകി വന്ന വസന്തം. അത് തന്നെയാണ് ക്രിസ്റ്റോ. Where were you all this? ഇത്രയും നാളും ഈ ഇത്രയും ടാലന്റ്, where were you all this time? ഇത്രയും എത്രയോ ടാലന്റഡ് ആണ്. ആ പ്രൊഫൈലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത്രയ്ക്കും ഇങ്ങനെ ഒരാള് എന്ത് പറ്റി, എന്തിനാ ഇത്ര ഒരു ഡിലേ വന്നേ മലയാളത്തിലേക്ക് എത്തിപ്പെടാൻ? ആ ഒരു ഇത് എന്തുകൊണ്ടായിരുന്നു?
ഐ തിങ്ക് ഈ ഫിലിം എടുക്കാൻ തന്നെ ഒരു ഐ മീൻ ഇറ്റ് വാസ് എ സ്ട്രഗിൾ ടു ഗെറ്റ് ഇറ്റ് മെയ്ഡ് ബിക്കോസ് ഞാൻ അതും വായിച്ചു. ഒരു ലൈഫില് ക്രിസ്റ്റോയുടെ തന്നെ ലൈഫില് ഐ മീൻ നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള 2 ഇൻസിഡന്റ് ലിങ്ക് ചെയ്തിട്ടാണ് ഈ മൂവി. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് വന്നില്ലായിരുന്നെങ്കിൽ ഉള്ളൊഴുക്ക് ഇന്നിപ്പോ ഉണ്ടാവില്ലായിരുന്നോ? അത് ആദ്യത്തെ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉള്ളൊഴുക്ക് ഉണ്ടാവില്ല. അത് എന്റെ അച്ചാച്ചന്റെ മരണമാണ്. അപ്പം അതുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഉള്ളൊഴുക്ക് ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അത് 2005 സംഭവിക്കുന്നത്. അതിനുശേഷം എനിക്ക് ഇതായിരിക്കണം ആദ്യത്തെ സിനിമ എന്നൊരു എന്താണ് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോ പാർവതിക്ക് നോക്കിക്കഴിഞ്ഞാൽ പാർവതി ഇപ്പൊ ഇതിനു മുമ്പേ എത്രയോ ഇപ്പം നമ്മൾ ഫിലിം റിലീസസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റ്യനെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെ കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു ന്യൂ കമർ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാർവതിക്ക് ഇത് ഫസ്റ്റിലെ ഹിറ്റ് ചെയ്തോ? ഓക്കെ, ഐ ഷുഡ് ഡു ദിസ് എന്നുള്ള ഒരു സാധനമാണോ? അതോ സത്യം പറയൂ, സത്യം പറയൂ. ഐ ഫീൽ ലൈക്ക് ഞാൻ ഈ കഥ പിന്നെ റിപ്പീറ്റ് ചെയ്ത പീപ്പിൾ മൈ തിങ്ക് ഇത് ഞാനായിട്ട് വോളണ്ടിയർ ചെയ്ത് പറഞ്ഞാണ് നേരത്തെ ഒക്കെ. പക്ഷെ ഇത് ഈ ചോദ്യം ഇസ് വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നൊരു നടി എന്ന രീതിയിലും പേഴ്സൺ എന്നുള്ള രീതിയിലും എനിക്ക് എൻ്റെ തന്നെ ജഡ്ജ്മെന്റിനെ ചോദ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് മേ ബി യു ആർ നോട്ട് ഓൾവേസ് റൈറ്റ് എന്ന്. അതായത് ക്രിസ്റ്റോ ആദ്യം എന്നെ കാണാൻ വന്നത് 2018 സോ അത് തന്നെ ഇപ്പൊ 6 വർഷമായി കഴിഞ്ഞു, റൈറ്റ്? ലൈക്ക് സോ ആദ്യം വന്നപ്പം എനിക്ക് സ്ക്രിപ്റ്റ് നല്ല ഇഷ്ടമായി, ഐ റിയലി ലൈക്ഡ് ഇറ്റ്. പക്ഷെ എനിക്ക് തോന്നി എനിക്ക് ഇത് എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങില്ല എന്ന്. ആണോ? അങ്ങനെ തോന്നി എനിക്ക്. അതെന്റെ ഇമ്മീഡിയറ്റ് ഇൻറ്റ്യൂറ്റീവ് ഇതായിരുന്നു കേട്ടോ. അത് ഞാൻ ഒരുപാട് പാർവതിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പേടിയുള്ള ആളാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. പാർവതിനെ പോർട്രേ ചെയ്യുന്ന രീതി എല്ലാവർക്കും ഭയങ്കര പക്ഷെ ഇറ്റ്സ് വെരി ടെല്ലിങ്. ഈ സിനിമ കാണുമ്പോൾ ഹോപ്പ്ഫുള്ളി യു വിൽ നോ. പക്ഷെ ഈ സിനിമ അഭിനയിക്കുമ്പോൾ എനിക്ക് പിന്നെ അത് മനസ്സിലായതാ നിനക്കന്ന് തോന്നിയത് കറക്റ്റ് ആയിരുന്നു എന്ന് എല്ലാ ദിവസവും എനിക്ക് തോന്നി. അധികം സംസാരിക്കാതെ അഭിനയത്തിലൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ആവശ്യമില്ല, നല്ല സംസാരവും. ഇറ്റ്സ് എ വെരി നോർമൽ ഫിലിം. അത് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ വിചാരിക്കുമ്പോൾ എന്തോ ഭയങ്കര നിഗൂഢമായ ഡാർക്ക് സ്ലോ ഇൻഡി അങ്ങനെയൊന്നും അല്ല. നല്ല ഫാസ്റ്റ് മൂവിങ് നല്ല സിനിമയാണ്. ഡോക്യുമെന്ററി ടൈപ്പ് ഒന്നുമല്ല, നോർമൽ വെരി നോർമൽ ഫിലിം, വെരി എൻഗേജിങ് കമേഴ്ഷ്യൽ ഫിലിം. പക്ഷെ ദ പ്രോബ്ലം ഇസ് ക്യാരക്ടറിന്റെ വൾണറബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് ആ പക്വത എത്തിയെന്ന് എനിക്ക് തോന്നിയില്ല, സത്യമായിട്ടും തോന്നിയില്ല. അപ്പൊ ഞാൻ 2-3 ചോദ്യങ്ങളൊക്കെ ക്രിസ്റ്റ്യനോട് ചോദിച്ചു. ആൻഡ് ഇങ്ങനെ തന്നെയാണ് ക്രിസ്റ്റ്യൻ സംസാരിക്കുന്നത്, ലൈക്ക് നമ്മളോട് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് കഥ പറയുന്നതും. സോ ഐ ഹാവ് നോ റീസൺ ടു ഡൗട്ട് ക്രിസ്റ്റോ. എനിക്ക് ആ ഇന്റൻഷൻ മനസ്സിലായി. ആൻഡ് ഐ വാസ് ഓൾസോ കൈൻഡ് ഓഫ് സർപ്രൈസ്ഡ് ഹൗ ഡിഡ് ഹി റൈറ്റ് ദീസ് വിമൻ. എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി ഇത് വായിച്ചു കഴിഞ്ഞപ്പോ. വാവ്, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ ഒന്നാമത് എനിക്കൊരു റീഡിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളല്ല, പക്ഷെ ഇത് വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ അതിലേക്ക് പോവാണ് ഡീറ്റെയിലിംഗ് ബാക്കി അറിയാനായിട്ട്. ഭയങ്കര നല്ലൊരു 2 years later when he contacted ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്തു. അപ്പൊ എനിക്കറിയില്ലേ വേറെ ഏതൊക്കെ വഴിയിലൂടെ പോയിട്ട് ഞാൻ വിചാരിച്ചു ക്രിസ്റ്റോ ഉണ്ടാക്കുന്നുണ്ടാവും വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്തിട്ട്. പക്ഷെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഇതിൽ ഓൺ ബോർഡ് വന്നപ്പോൾ അത് എന്നെ ഇൻഫോം ചെയ്തു. സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റങ്ങളോ എന്തൊക്കെയോ കുറച്ചൊന്ന് ഒതുക്കിയിട്ടുണ്ട്, അതൊന്ന് വായിച്ച് നോക്കണോന്നൊന്ന് ചോദിച്ചു, ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. ആൻഡ് മേ ബി അറ്റ് ദാറ്റ് പോയിന്റ് ഐ വാസ് റെഡി ഫോർ ഇറ്റ്. മേ ബി ഐ എം സെയിങ് ദ ഡേറ്റ്സ് റോങ്. പക്ഷെ ഞാൻ എന്നിട്ട് അത് കഥ ഫസ്റ്റ് ഹാഫ് വായിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമയിലുള്ള ഓണസ്റ്റി കുറച്ച് you have to be bold to take it. So then he narrated second half എനിക്ക് narrate ചെയ്ത് തന്നു, so that എനിക്ക് ക്രിസ്റ്റോന്റെ വോയിസിൽ തന്നെ കേൾക്കുമ്പോൾ ക്രിസ്റ്റോന്റെ വിഷൻ എന്താന്ന് കുറച്ചും കൂടെ മനസ്സിലാവും എന്നുള്ളത്. then it was an immediate yes for me. പക്ഷെ then again I was like very happy ഉർവശി ചേച്ചി ഇത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. and Christo was also very much aligned with that and I was like okay yes. അപ്പൊ എനിക്ക് ഡബിൾ വാമി ആയി. ഗ്രേറ്റ് സ്ക്രിപ്റ്റ്, ഓക്കെ, ഗ്രേറ്റ് ക്യാരക്ടർ. ഐ തിങ്ക് ഇറ്റ് വാസ് ഓൾറെഡി ഓൺ ദെയർ റേഡാർ. പക്ഷെ ഒബ്വിയസ്ലി കാസ്റ്റിംഗ് എന്തായി എന്ന് ചോദിച്ചപ്പോ നമ്മൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു തിരുവനന്തപുരം വാസ് ലൈക്ക് ഐ തിങ്ക് ഉർവശി ചേച്ചി would be എന്ന് പറഞ്ഞു. എനിക്ക് ഐ ഡിഡ്ന്റ് ഈവൻ ഗിവ് ഹിം എ ചാൻസ് ടു ടെൽ മീ. ഓക്കേ, അതെങ്ങനെ ഉർവശി ചേച്ചിയിലേക്ക് ഈ ഒരു ക്യാരക്ടറുമായിട്ട് വന്നത്? അല്ല, ആദ്യം തന്നെ സിനിമ എഴുതിയപ്പോഴത്തേക്കും ഉർവശി ചേച്ചി എന്താണ് എനിക്ക് തോന്നുന്നു ഷഹനാദ് DOP സിനിമയുടെ ആദ്യം തൊട്ട് എൻ്റെ കൂടെ ഈ വർഷങ്ങളിലൊക്കെ മീൻസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ എൻ്റെ കൂടെ സഞ്ചരിച്ച ആള് ഷഹനാദ് ആയിരിക്കും, ലൈക്ക് ഫ്രം ദ ബിഗിനിങ്. ആൻഡ് ഹി ഹാസ് സ്റ്റുഡ്. അതൊരു എനിക്ക് തോന്നുന്നു ഷഹനാദ് ഒരു പ്രോജക്റ്റ് പോലെ അല്ല ഇതിനെ കണ്ടത്. ലൈക്ക് ഹി വാസ് ലൈക്ക് എന്താണ് പറയുന്ന ഒരു ദ ബിഗസ്റ്റ് സപ്പോർട്ട് ത്രൂ ദ എൻറ്റയർ ദാറ്റ് ലോങ് ജേർണി. ആൻഡ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഉർവശിയുടെ ഈ ഞങ്ങൾ ഈ കഥ ഡിസ്കസ് ചെയ്യുമ്പോഴും ആദ്യമായിട്ട് ഉർവശിയുടെ പേര് പറഞ്ഞതും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷഹനാദാണ്. ആ സമയത്ത് ചേച്ചി അങ്ങനെ സിനിമയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എന്നിട്ട്
അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് 1-2 സിനിമയൊക്കെ മലയാളത്തിൽ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഷഹനാദാണ് ആദ്യമായിട്ട് ചേച്ചിയുടെ പേര് പറയുന്നത്. പിന്നെ ചേച്ചി ഓഫ് കോഴ്സ് എന്താണ് there is no ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. ചേച്ചിയുടെ കാര്യം അതെ അതെ. പിന്നെ അത് ഡേറ്റിന്റെ ഒരു ഇഷ്യൂ മാത്രമായിരുന്നു. കാരണം ഞാൻ ചേച്ചിയായിട്ട് ഇപ്പം ആദ്യമായിട്ട് പാർവതിയോട് സംസാരിച്ചതിന് ശേഷമാണ് ചേച്ചിയോട് സംസാരിക്കുന്നത്. പക്ഷെ രണ്ടാമത് പാർവതിയോട് സംസാരിക്കുമ്പോൾ ഞാൻ ചേച്ചിയായിട്ട് ഓൾറെഡി കുറെ നാളായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഡേറ്റ് ശരിയാണല്ലോ. അപ്പം പാർവതിയോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഡേറ്റിന്റെ രൂപം കിട്ടിയിട്ട് ചേച്ചിയോട് വീണ്ടും സംസാരിച്ചു. അങ്ങനെയാണ് അത്. അപ്പം പാർവതിക്കും ചേച്ചി ഹാപ്പിയാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. പാർവതിക്കും ഒരുപാട് ചേച്ചിയുടെ കൂടെ ആ ഒരു അത്രയും സമയം ഉണ്ടായിരുന്നപ്പോ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവണം. സ്വീറ്റ് ഹാർട്ട്, ഭയങ്കര നല്ല ഒരു നമ്മൾ എല്ലാ ദിവസവും വി ആർ സീയിങ് ബ്രില്യൻസ് ഇൻ ഫ്രണ്ട്, മാസ്റ്റർ ക്ലാസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അതും ചേച്ചി വേണമെന്ന് വെച്ചിട്ടൊന്നും അല്ല, ക്ലാസ് എടുക്കാറൊന്നും അല്ല. ഷീ ഈസ് ജസ്റ്റ് ലിവിങ് ഹർ ലൈഫ് സിമ്പിൾ ആയിട്ട്. പക്ഷെ അതിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട്. ആൻഡ് നോട്ട് ജസ്റ്റ് ഫോർ മീ, ഐ തിങ്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ചേച്ചി കൊടുക്കുന്ന കുറച്ച് വാല്യുബിൾ ഫീഡ്ബാക്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ചേച്ചി കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പം ഐ തിങ്ക് ഈവൻ ഫോർ യു ആൻഡ് ഷഹനാദ് അല്ലേ, ലൈക്ക് ചേച്ചി വേറെ രീതിയിൽ വല്ലതും മൂവ് ചെയ്തൊന്ന് ശ്രമിച്ചു നോക്കുമ്പം there is a new story from that angle, and that comes from years of experience. Adonnu. Second thing is you have to be athrikum ee craftinodu samarpana bhavam undavam. അതുണ്ട് ചേച്ചിക്ക്. അപ്പോൾ അതാണ് എന്നെ ഒരുപാട് രീതിയിൽ ഇൻസ്പയർ ചെയ്തത്. ചേച്ചി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ she started when she was 14 years old, and at this age I'm seeing that excitement and childlike surrender to this. I was like, അത് മെയിൻറ്റെയിൻ ചെയ്യണം പാർവതി. അത് പോവാൻ, അത് വേറെ എന്തൊക്കെ നമ്മുടെ ചുറ്റും നടന്നാലും, സിനിമയിലെ ഇൻഡസ്ട്രിയിൽ വേറെ പല എന്തെങ്കിലും വാട്ട് എവർ ഇസ് ഹാപ്പനിങ്, ഇത് നഷ്ടപ്പെടാതെ നോക്കണേന്ന് ഞാൻ തിരിച്ച് ഒന്ന് റിയലൈസ് ചെയ്തത് ചേച്ചി അഭിനയിക്കുന്നത് കണ്ടിട്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ പാർവതിയുടെ ഇത്രയും വർഷത്തെ മൂവി നോക്കിക്കാലും ഇതേപോലെ 2 ലേഡീസ് തമ്മിലുള്ള ഒരു ടുഗെദർ സ്ക്രീൻ സ്പേസ് ഒരുമിച്ച് കുറേ ഒരു ഇത് ചെയ്യാന്ന് പറയണതും ഫസ്റ്റ് ടൈം അല്ല. ഇങ്ങനെ ഒരു ഈ 2 ഇത് തന്നെയാണ്. ഈ വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇവൻ ഡോക്യുമെന്ററി നോക്കിക്കഴിഞ്ഞാലും കറിയൻ സൈനൈറ്റിൽ പോയി അതും ഇപ്പൊ ഇത് വന്നാൽ ഇതിന് തൊട്ട് മുന്നത്തെ നമ്മുടെ സ്വീറ്റ് ഹാർട്ടോ എന്തൊക്കെ നോക്കിക്കാലും എല്ലാം ഒരു സ്ത്രീ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ്. ഡോക്യുമെന്ററി സൈഡിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും ഫൈനലി ഇങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ സൈഡിലേക്ക് വന്നപ്പോൾ അതെന്താ ക്രിസ്റ്റോ അങ്ങനെ? അതൊക്കെ ജസ്റ്റ് ഐ മീൻ ആക്സിഡന്റലി നടക്കുന്നതാണോ ഓർ പ്ലാൻഡ് ആയിട്ട് പോകുന്നതാണോ ഇതെല്ലാം? അല്ലല്ല, ഒട്ടും പ്ലാൻഡ് അല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. ഞാൻ അങ്ങനെ ഒട്ടും പ്ലാൻ ചെയ്തിട്ട് ചെയ്തതല്ല ഇതൊന്നും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് എന്നോട് ഈ ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കാമുകി സംഭവിച്ചതിന് ശേഷവും നാഷണൽ കിട്ടിയപ്പോഴും ചോദിച്ചു. കന്യകയിലും സ്ത്രീകളായിരുന്നു, കാമുകിയിലും സ്ത്രീകളായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള മ്യൂസിക് വീഡിയോസ് ഒക്കെ വുമണിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പൊ ഈ നമ്മുടെ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ എല്ലാരും പറയൂല്ലോ ഫെമിനിസ്റ്റ് തന്നെ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് വേണ്ടിട്ട് എപ്പോഴും സംസാരിക്കാനായിട്ട് അവിടെ അങ്ങനെയല്ല. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സാധാരണ ഒരു ആളാണ്. ഒരു ഈ നാട്ടില് ജീവിച്ച ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ വന്നപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വന്നു എന്നുള്ള ഒരു ഇത് മാത്രം. അപ്പൊ ഇവര് രണ്ടുപേരും വാശിക്ക് മത്സരിച്ച് അഭിനയിക്കുന്ന പോലെയാണല്ലോ രണ്ടുപേരും. അതുപോലെ അപ്പൊ അത് കാണുമ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ക്യാമറ വെച്ചിരിക്കുമ്പോൾ ഇവരുടെ ആ ഒരു അഭിനയം ഇതൊക്കെ കാണുമ്പോൾ അത് എങ്ങനെയായിരുന്നു? ഇപ്പോ എനിക്ക് ഭയങ്കര എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം നമ്മൾ ആസ് എ ഡയറക്ടർ നമുക്ക് വളരെ ഡിഫറെന്റ് കാര്യങ്ങളായിരിക്കും ഓരോ ഡയറക്ടറും ആസ്പയർ ചെയ്യുക. എനിക്ക് ഭയങ്കര ഞാൻ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഇരുന്നിട്ട് വീഡിയോസ് കാണുന്നത് ഈ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഈവൻ ഫോറിൻ ഫിലിംസ് ആണെങ്കിലും ഇപ്പം എലിസബത്തിനകത്ത് കേറ്റ് ബ്ലാൻചെറ്റിന്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ ബൈ സീയിലെ മിഷേൽ വില്യംസിന്റെ പെർഫോമൻസ്, അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചാർജ്ഡ് അപ്പ് പെർഫോമൻസ് ഓഫ് സീൻസ് കാണാൻ. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ച് വന്ന് സീൻ ചെയ്യുമ്പോഴും ഐ ഗെറ്റ് ദാറ്റ്. ഇപ്പം ഞാൻ വിചാരിച്ചതിനെക്കാട്ടി എത്ര മേളിലേക്കാണ് ആ സീൻ പോകുന്നത്. മീൻസ് എനിക്കൊന്നൊരു ഫസ്റ്റ് ഹാഫിൽ ഒരു സീനുണ്ട്, ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ ഇവർ തമ്മിൽ ഇരുന്നിട്ട് ഡയലോഗുകളൊന്നും ഇല്ല, പക്ഷെ ജസ്റ്റ് ഒരു ലുക്കും ജസ്റ്റേഴ്സും തമ്മിലുള്ള സീൻ. അപ്പം ഞാൻ അത് എഴുതി വെച്ചു.
പക്ഷെ ഇവർ രണ്ടും ഇത് ചെയ്ത് കഴിയുമ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഐ മീൻ അത് വേറൊരു ലെവലിലേക്കാണ് അത് പോയത് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കേ, ബ്രില്യന്റ് സീൻ. ഐ വാസ് ടെറിഫൈഡ് ഓഫ് ദാറ്റ് സീൻ. പക്ഷെ then ചേച്ചി വാസ് there. I was like, ചേച്ചിയുള്ള എല്ലാ സീനിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചേച്ചിയും എനിക്ക് സീൻ പാർട്ട്ണറായിട്ട് ചേച്ചി ഉണ്ടെങ്കിൽ അല്ല, എനിക്ക് ഓപ്പൺ ആയിരുന്നാ മതി. ചേച്ചി ചെയ്യുന്നതായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ട്രാക്കിലേക്ക് വീണോളും എന്നുള്ള വിശ്വാസം. യുനോ ഇറ്റ്സ് ലൈക്ക് ഹാവിങ് എ ടീച്ചർ അറൗണ്ട്, റൈറ്റ്? ഞാൻ ഒറ്റയ്ക്കുള്ള സീനിലാണ് ഞാൻ ഇങ്ങനെ ശരിയാണോ ഇത് ശരിയാണോ. പക്ഷെ ആ സീൻ എസ്പെഷ്യലി ലൈക്ക് യു വിൽ നോ, ഡയലോഗിന്റെ ആവശ്യം തന്നെ ഇല്ല, പക്ഷെ ഇറ്റ്സ് ലൗഡർ ദാൻ ഡയലോഗ്സ്. ചില ഇമോഷൻസും ചില സീൻസും അത് അങ്ങനെയാണ്. കുറെ ഇങ്ങനെ നമ്മുടെ നമ്മൾ തമ്മിലുണ്ടാവുന്ന പൊളിറ്റിക്സ് നമ്മുടെ കണ്ണുകളിലും നമ്മുടെ ആക്ഷൻസിലുമാണ് കൂടുതൽ. അത് നോക്കിയാൽ മതി. അഭിനയിക്കുമ്പോഴേ ഉർവശേശ്വരൻ ഞാൻ ഇങ്ങനെ ആക്ട് ചെയ്യും, നീ അപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യണം, ഓക്കെ, ഞാൻ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് അങ്ങനത്തെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. മേ ബി ചേച്ചി 1 or 2 തവണ നീ ഇങ്ങനെ ചെയ്ത് നോക്കുന്ന എന്തോ അതുപോലെ അത് അങ്ങനെയും പോലും അല്ല, അതുപോലെ എന്തോ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ആൻഡ് ദാറ്റ്സ് വൺ ഓഫ് ദ അതർ തിങ്സ് ഐ കാൺ അണ്ടർസ്റ്റാൻഡ്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ചേച്ചി ഒരിക്കലും എന്നെ മാറ്റി നിർത്തിയിട്ട് എനിക്കൊരു ക്ലാസ് തരാനോ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്ത് നോക്കണം, നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അതായത് വേറൊരു നടനെയോ നടിനെയോ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണുമ്പം യുവർ റെസ്പെക്ട് ഗോസ് അപ്പ്. അതായത് ചേച്ചിയുടെ ടെക്നീക്ക് മാത്രമേ കറക്റ്റ് ഉള്ളൂ എന്നുള്ള ഒരു ഭാവവും ഇല്ല. ഞാൻ വേറെ രീതിയിലായിരിക്കും കാര്യങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അതിലുപരി ഞാൻ എന്തെങ്കിലും ഒരു കോമഡി പോലെ എന്തെങ്കിലും ഒരു സീനിൽ ചെയ്ത് കഴിഞ്ഞാൽ വൺസ് where I have to lie to her, she laughed and I felt like I got an award. അതായത് ഞാനിങ്ങനെ കൊച്ചൊരു കോമഡി പോലെയാണത് കോമഡി അല്ല, പക്ഷെ ആക്ച്വലി കോമഡിയാണ്. നമ്മൾ ഈ ഏറ്റവും വിഷമമുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ കോമഡി ആയി പോയി തോന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ചേച്ചി കട്ട് പറഞ്ഞോണ്ട് ചിരിച്ചു. ഇനി മൂവിയിൽ ഇപ്പൊ സുഷിൻ ശ്യാമിന്റെ ആണ് മ്യൂസിക് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ ഇതിന്റെ ഇപ്പം വേറൊന്നുള്ളത്, ക്രിസ്റ്റോ ഇത്രയും ഏർലി ഇതിന്റെ പ്രൊമോഷൻ ചെയ്യുന്നു. ടീസർ പോലും സാധാരണ മൂവീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് ടീസർ എന്നോ റിലീസ് ചെയ്തിട്ടുണ്ടാവും, ട്രെയിലറും വന്നിട്ടുണ്ടാവും, എന്നിട്ടാണ് അവർ മൂവി പ്രൊമോഷൻ ചെയ്യുക യൂഷ്വലി. ഇത് മൂവി റിലീസാവാൻ ഇനിയും സമയം കിടക്കുന്നു, യെറ്റ് ടീസർ പോലും റിലീസ് ആയിട്ടില്ല. എന്തുകൊണ്ട് അപ്പൊ ഇത്ര നേരത്തെ? ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നിങ്ങൾ അവിടെ പഠിച്ച എന്തെങ്കിലും ഒരു ടെക്നിക് ഉണ്ടോ? ഇല്ല, അത് ഫുൾ RSVP പ്രൊഡ്യൂസേഴ്സിന്റെ കോളും അവരുടെ പ്ലാനിങ്ങും അവര് എങ്ങനെ ഇത് ചെയ്യണം എന്നൊക്കെ, ഈ ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം ഒക്കെ അവര് അത് ബ്രെയിൻ ആണ്. അതെ ആ ബ്രെയിൻ ആണ്. ഞാൻ പറയാം എനിക്കിത് വേണം അത് വേണം എന്നുകൊണ്ട് ഞാൻ വാശി പിടിക്കും എന്നല്ലാതെ ലൈക്ക് ദ പ്ലാനിങ് ഫുൾ അവിടെ നിന്നായിരുന്നു. സുഷിന്റെ ഇൻവോൾവ്മെന്റോ? സുഷിൻ ശ്യാം ഇതിനകത്ത് ഇപ്പൊ നമ്മളിപ്പം ഇപ്പത്തെ എല്ലാ മൂവിയിലും ഭയങ്കര ഇതില് നിൽക്കുകയാണ് ആള്. സുഷിൻ ഭയങ്കര ഇതില് ഈ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഈ ഒരു കഥയിലൂടെ സുഷിന്റെ മ്യൂസിക്കും ട്രാവൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സുഷിൻ, ഞാൻ ആദ്യം സിനിമ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കഥ പറഞ്ഞത് സുഷിന്റെ അടുത്ത് തന്നെയാണ്. അതിനുശേഷം പിന്നെ സിനിമ സംഭവിക്കാൻ കുറെ താമസിച്ചു. കോവിഡ് വന്നു, ലോക്ക്ഡൌൺ വന്നു, അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഫസ്റ്റ് കട്ട് ആയിട്ടാണ് ഞാൻ പിന്നെ സുഷിനെ കാണുന്നത്. അപ്പൊ ഫസ്റ്റ് കട്ട് കണ്ടതിന് ശേഷം തന്നെ സുഷിൻ എന്താണ് ഈ പരിപാടിയിലേക്ക് ഇന്നായി. പിന്നെ സുഷിൻ എന്താണ് ഞാനിപ്പം 1-2 ഇന്റർവ്യൂവിലും പറഞ്ഞു, സുഷിനോട് വർക്ക് ചെയ്യാൻ എന്താണ് സുഷിൻ ഭയങ്കര എന്താ പറയുന്നത് ടു ദ പോയിന്റ് ആണ്, ഭയങ്കര എന്താണ് കറക്റ്റ് ആ സംഭവത്തിന്റെ ഇമോഷൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പിടിക്കും. അപ്പം നമുക്കും അത് ഭയങ്കര നമുക്ക് ആ സിനിമ നമ്മൾ ഇപ്പം കുറെ നാളായി അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും, എഡിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക ആ ഒരു എന്താണ് നമ്മൾ ചെയ്തു വെച്ച വർക്കിനെ പറ്റി. അപ്പൊ സുഷിന്റെ അടുത്ത് പറയുമ്പോൾ ചെന്ന് ഇത് കണ്ട് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ന്യൂ പെർസ്പെക്റ്റീവ് ആണ് ഓപ്പൺ അപ്പ് ചെയ്യുക. അപ്പൊ അത് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ സുഷിൻ ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്തൊരു മറയോ ഒന്നുമില്ല. അപ്പം അത് ഭയങ്കരമായിട്ട് ഇവൻ ഞങ്ങൾ തിരിച്ചു പോയിട്ട് വീണ്ടും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും സുഷിനിലേക്ക് വരും. അപ്പം സുഷിൻ എന്താണ് സുഷിന് ഒരു സാധനം വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ആണ്. എനിക്ക് മാത്രമല്ല, ഈവൻ ഫോർ എന്താണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സെൻട്രൽ പിക്ചേഴ്സിനും അല്ല എല്ലാവർക്കും സുഷിൻ എന്താണ് സുഷിന് വർക്ക് ചെയ്തു അല്ലെ സുഷിൻ ഉണ്ടോ എന്ന് പറയുന്ന എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും കൂടുതൽ ഒരു ഇതല്ലേ, കംഫർട്ട് സോൺ ആണ് കുറച്ചും കൂടെ. ഇപ്പോ പാർവതി എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് എപ്പോഴും അവിടെ യു ആർ വെരി മച്ച് ബോൾഡ് ഇനഫ് ടു അഡ്രസ് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ അങ്ങനെയൊക്കെ എപ്പോഴും ഓപ്പൺ അപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് യു ഹാവ് ദാറ്റ് ആ ഒരു എന്താ പറയാ മോർ കറേജോ, യു ആർ ബ്രേവ് ഇനഫ് അല്ലേ? എന്തെങ്കിലും സൊസൈറ്റിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ആരെയും പേടിക്കില്ല. മറ്റുള്ളവരെന്നാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നത്
ഞാൻ പറയും, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ വെരി ബോൾഡ് ആണ്. അതെങ്ങനെ പാർവതി, ഇപ്പം അച്ഛനമ്മ ഞാൻ മനസ്സിലാക്കിയത്തോളം അവര് ലോയേഴ്സ് ആണ്, അതുകൊണ്ട് ആ ചെറുപ്പം മുതലേ പാർവതി അങ്ങനെയാണോ, അത്ര ബോൾഡ് ആയതുകൊണ്ടാണോ, ഓർ ഈ ഇപ്പം അല്ല, ഇപ്പൊ ഈ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മൾ ക്യാരക്ടറിൽ മാറുമല്ലോ, അങ്ങനെ വന്ന മാറ്റമാണോ, എങ്ങനെയാ അത്? ഐ തിങ്ക് അച്ഛനമ്മ അവരുടെ പേരന്റിങ്ങിൽ ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കാനുണ്ട്. കാര്യം ചെറുപ്പം മുതലേ ചോദ്യങ്ങൾ ചോദിക്കാനോ എന്ത് തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നമ്മൾ ഡിസ്കറേജ് ചെയ്തിട്ടില്ല എന്നെ ഏട്ടനെയും. എന്ത് ചെയ്യാൻ താല്പര്യം, അത് ഒരുപക്ഷെ ഒരിക്കലും ആ ഒരു കൺട്രോളിങ് മെന്റാലിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഏത് ഡിറക്ഷനിലേക്ക് പോകണമെങ്കിലും അവൾക്ക് അതല്ലേ ഇഷ്ടം, നമുക്ക് അത് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ട്. സോ അത് സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു സപ്പോർട്ടായിരുന്നു, അല്ലാതെ കൺട്രോളിങ് സപ്പോർട്ടോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അതിലൊരിക്കലും ഒരു, എനിക്ക് തോന്നുന്നു ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടും കൂടി ആയിരിക്കാം ചിലപ്പം ആ ഒരു എന്താ പറയുക, ഒരു അണ്ടർലൈങ് പ്രഷർ ഉണ്ടല്ലോ, മറ്റേവര് എഞ്ചിനീയറിംഗിന് പോകണു ഇവര് മറ്റേ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് വിച്ച് മെയ്ഡ് മീ തിങ്ക് ദാറ്റ് ഇഫ് ഐ, അതായത് എനിക്ക് വേണ്ടി ഞാൻ ചെറുതായിരുന്ന സമയത്ത് എനിക്ക് ഉണ്ടാവേണ്ടിയിരുന്ന കുറച്ച് റോൾ മോഡൽസ് ഐ വുഡ് ഹാവ് ലൈക്ഡ് എന്നെ പോലത്തെ കുറച്ച് ആൾക്കാർ. I wish I had, you know, like I wish there were women who did openly talk like that. With substance nu parayum alle chela സ്ത്രീകളിൽ കണ്ടാൽ every woman is with substance, exactly. പക്ഷേ layers ഉണ്ടല്ലോ അവരുടെ മേളിൽ ഇരിക്കുന്ന സൊസൈറ്റൽ ലേയേഴ്സിന്റെ കട്ടി വലുതും ചെറുതും എന്നുള്ള. അതുകൊണ്ട് തന്നെ ഈവൻ മൈ ഐഡിയ ഓഫ് ബീങ് ബോൾഡ്, മൈ ഐഡിയ ഓഫ് ഓപ്പൺലി സ്പീക്കിംഗ് ഒക്കെ മാറിയിട്ടുണ്ട് ഓവർ ദ പീരിയഡ് ഓഫ് ടൈം. ബിക്കോസ് എസ്പെഷ്യലി കളക്റ്റീവ് ഒക്കെ വന്നതിന് ശേഷവും കുറേയും കൂടെ എന്താ ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്താണെന്നുള്ളതും എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കാൻ പാടില്ല, അത് അവർ തന്നെ സംസാരിക്കണം, അതിന് ഞാൻ വഴിമാറി കൊടുക്കുകയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പിന്നീടാണ് പഠിക്കുന്നത്. കാര്യം പ്രിവിലേജ് എന്നുള്ളത് എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. പക്ഷെ when you know better, do better എന്നുള്ളതാണ്, instead of just sticking to your ego or whatever. So ഇനിയിപ്പം പുതിയ പുതിയ രീതിയിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, സിനിമകളിലൂടെയും ചെയ്തികളിലൂടെയും കൂടുതൽ ശ്രമിക്കുക. കുറെ ഒരു അതിനെല്ലാത്തിനൊരു സീസൺ ഉണ്ട് എന്നുള്ളതാ, സംസാരിക്കാനൊരു സീസൺ ഉണ്ട്, ചെയ്യാനൊരു സീസൺ ഉണ്ട്. സോ ഐ ഫീൽ ലൈക്ക് ഐ എം ഇൻ മൈ ഡൂയിങ് സീസൺ നൗ. സോ ഐ ഡോണ്ട് തിങ്ക് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പം എന്താ പറയാ, സ്ത്രീകളെ വരുന്നിടത്ത് അവിടെ എപ്പോഴും റെസ്പെക്ട് ചെയ്തിട്ടേ ഉള്ളൂ. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പം പാർവതി ആണെങ്കിൽ എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഫീമെയിൽ വരണം എന്നുള്ളതാണ്. ഇപ്പൊ ക്രിസ്റ്റോടെ നോക്കിക്കഴിഞ്ഞാലും ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കാൻസിൽ തന്നെ നമ്മുടെ ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ടും നമുക്ക് അഭിമാനിക്കാം. 30 ഇയേഴ്സിന് ശേഷം ഇങ്ങനെ വരിക, ആ ഒരു ഫീലും കൂടെ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഹൗ ഡു യു ഫീൽ നൗ? നമ്മളെ റെപ്രസെന്റ് ചെയ്തിട്ട് 2 മലയാളികൾ അവിടെ എത്തിയിരിക്കുന്നു. ഒരു എന്താണ് ഭയങ്കര ഒരു എൻ്റയർ കൺട്രിക്ക് തന്നെ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൂമെന്റ് ആണ്. ബിക്കോസ് ഐ മീൻ ജസ്റ്റ് ഫ്രം എ ഫിലിം മേക്കിംഗ് പെർസ്പെക്റ്റീവ് നമ്മളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഐ മീൻ your biggest dream would be to be at that stage of, you know, to have your film in Cannes competition എന്ന് പറയുന്നത് ഒരു I mean Cannes പോകുന്നത് തന്നെ ഒരു കാര്യം, but competition is like another level I think. So that is in itself is a great achievement. പിന്നെ അവിടെ ഗ്രാൻഡ് പ്രിക്സ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് I mean I don't know what I have to say, like, you know, there is no words for it I think, and it's a great achievement. And also I mean I know of Payal, I mean personally എനിക്കറിയില്ല, but I've been following Payal's journey for some time. Like even her first shot at FTA has gone to I think Cannes Cine Foundation section la documentaries. Yeah, short film also, Afternoon Clouds I think. And her docs have been to Berlin and also again Cannes. So I mean she has proved herself even before. So I mean it's not a surprise or anything, but I think it's just, you know, നമ്മൾ മലയാളിക്ക് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണല്ലോ ഇത് എന്ന് പറയുന്നത് അല്ലേ? Kani and Divya Prabha അവിടെ my head I think that night we were all just crying. Like, and then I was calling like my friends, I was like, hey, we should have met and partied, right? Like നമ്മൾ എന്താ വീട്ടിലിരുന്നിട്ട് കരഞ്ഞ് പോസ്റ്റ് കരഞ്ഞ് there was nothing better than this, and like they deserve this and more. I mean Kani and Divya have been working ഒരു ബ്രേക്ക് ഇല്ലാതെ അവർ നല്ല നല്ല കുറേ സിനിമകൾ ചെയ്തുകൊണ്ട് വരികയാണ്. ഇപ്പം നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞ സിനിമ, ഡോൺ പാലത്രയുടെ സിനിമ, or all the other films that have been coming recently. Kani has been doing brilliant films from when. It's just that forefront lo vanittu she may not have been in the mainstream media and all.
So I'm like, of course you are there, of course. ഓക്കെ, അപ്പം നിങ്ങൾക്കും നമ്മുടെ സമയം വല്ലാണ്ട് പോകുന്നുണ്ടാവും. Okay. ഉള്ളൊഴുക്ക് നമുക്ക് ഇനി ജൂൺ 21 അല്ലേ വരാൻ പോകുന്നത് തിയേറ്ററിലേക്ക്. അപ്പോൾ ഭയങ്കര വെൽക്കമിങ് ആണ്. നല്ല രീതിയിൽ തന്നെ ഉള്ളൊഴുക്ക് ഇപ്പൊ കറക്റ്റ് നമ്മുടെ മൺസൂൺ ടൈമും വെള്ളവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഉള്ളൊഴുക്ക് വരുന്നത്. എന്തായാലും ക്രിസ്റ്റോയുടെ ഫസ്റ്റ് ടൈം ഒരു അറ്റംപ്റ്റ് ആണ് കമേഴ്ഷ്യൽ മൂവിയിലേക്ക്. ഇനി ഇവിടുന്ന് ക്രിസ്റ്റോയ്ക്ക് ഒരു ഇത് തന്നെ എന്താ പറയാ, നല്ല രീതിയിൽ ഇനി കുറേ നല്ല മാജിക്കൽ സംഭവങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പറ്റട്ടെ. പാർവതിയുടെ ഈ ഒരു സംഭവം വളരെ നല്ല രീതിയിൽ ടേക്ക് ഓഫ് ചെയ്യട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഉടനെ തന്നെ നിങ്ങളെ നമുക്ക് അടുത്ത ഏതെങ്കിലും പ്രൊജക്റ്റ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.